ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള 2.5 നാഴി പച്ചരി കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഞാനിതിലോട്ട് 3 പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. പാളന്തോടൻ പഴമായാലും കുഴപ്പമൊന്നുമില്ല. പഴം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ചീവിട്ട് എടുക്കാം. സുറുമയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണെങ്കിൽ അവൾക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയുണ്ടെന്ന്. അപ്പോൾ ഏതായാലും വിചാരിച്ച് നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതിനുള്ള ശർക്കരയൊക്കെ ഞാൻ ചീവിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് നമുക്ക് അരച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് തരുന്നത് അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു ചെറിയൊരു തരിയായിട്ടാണ് നമുക്ക് ഈ മാവ് നമുക്ക് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് മാവൊക്കെ അരച്ചതിന് ശേഷം നമ്മൾ ചീവി വെച്ചിട്ട് ശർക്കരയും പഴമൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് വറുത്തെടുത്ത് ചെറുജീരകം പൊടിച്ചതും 4 ഏലക്ക പൊടിച്ചതും മധുരം പനസിയ ഉപ്പും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയായി. ഇനി അതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണം കേട്ടോ. അപ്പം മാവ് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. ഉണ്ണിയപ്പത്തിനുള്ള മാവ് നമ്മൾ അരച്ചെടുക്കും ഈ ഒരു പരുവത്തിൽ വേണം. അപ്പോൾ തേങ്ങ ഞാൻ ചെറിയ പീസായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ വിചാരിച്ചു നമുക്കിന്ന് തേങ്ങയും കൂടി ചേർക്കാമെന്ന്. അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി തേങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് വരാം. പാനടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കും. ബ്രൗൺ കളറായപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉണ്ണിയപ്പം ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ക്രിസ്പിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.